ഹായ് ഹലോ. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ വീഡിയോ കണ്ടത്, അപ്ലോഡ് ചെയ്ത് വെക്കുന്നത്. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് പറയാതെ മറിക്കുന്ന കാര്യം മാത്രം പറഞ്ഞ് അതിൻ്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് വളച്ചൊടിക്കാൻ ഇവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ ഇവള് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ. ആരാണ് ഇത്? അപ്പം ഇന്നലെ ഞാൻ ഇവളുടെ വീഡിയോ കണ്ടു. ആ സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇപ്പം കേട്ടില്ലേ? കൺവെൻഷൻ്റെ ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ രാത്രിയിലെ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമസ്കാരം. എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത് ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറ് ഒരു പോസ്റ്റർ ഇട്ടായിരുന്നു. അതിനെ ഏതൊക്കെ രീതിയിൽ വളച്ചുടയ്ക്കാം എന്നുള്ളത് അവൾ കാണിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ ഒരു 51 മിനിറ്റ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പേ സാർ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് അവൾ എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സാർ പറയുന്നത്, ജസ്ന സലീം എന്ന ഒരു മുസ്ലിം ജിഹാദി ക്ഷേത്രങ്ങളിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നു. അധികം വൈകാതെ ഇവൾ ഹൈന്ദവ വിശ്വാസികളുടെ കൈയുടെ ചൂട് നല്ലതുപോലെ അറിയാൻ സാധ്യതയുണ്ട്. ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവളുടെ വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? കൃഷ്ണനെ വരയ്ക്കുന്നത് കൊണ്ടാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ആദ്യമേ പേടിയുണ്ടോന്നാണോ ചോദിക്കേണ്ടത്? അപ്പോഴേ അറിയാമല്ലോ പേടിയുണ്ടെന്നുള്ളത്. നിന്റെ സൗണ്ട് ഇടറുന്നത് ഞങ്ങൾക്ക് കേൾക്കുമ്പം കാണുമ്പോൾ അറിയാം. നീ വെല്ലുവിളിക്കുന്ന സമയത്തുള്ള ആ സ്വരവും അല്ലാതുള്ള സമയത്തുള്ള സ്വരവും കേൾക്കുമ്പോൾ വ്യത്യാസമുണ്ട്, വേരിയേഷൻസ് ഉണ്ട് മോളെ. നീ ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. മജീദോ ഏത് അജീദോ ആയിക്കോട്ടെ, നീ അവിടെ പ്രതിത്വം കാണിക്കുകയോ അതിൻ്റെ DNA ടെസ്റ്റ് നടത്തുകയൊന്നും വേണ്ട. നീ കാര്യത്തിലേക്ക് വാ. ഇതില് എനിക്ക് എടുത്തു വെച്ച് പറയേണ്ട ഒരു ലൈൻ എന്താന്ന് വെച്ചാല്, ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവളുടെ വീട്ടിൽ കയറി. അവിടെ ആ മേളത്തെ പോയിന്റ് മാത്രം അവൾ വായിക്കുന്നില്ല. മേളത്തെ പോയിന്റ് എന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജസ്ന സലീം എന്ന ഒരു മുസ്ലിം ജിഹാദി ക്ഷേത്രങ്ങളിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തുന്നു. ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നു. അധികം വൈകാതെ ഇവൾ ഹൈന്ദവ വിശ്വാസികളുടെ കൈയുടെ ചൂട് നല്ലതുപോലെ അറിയാൻ സാധ്യതയുണ്ട് എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് വിട്ടിട്ട് ലാസ്റ്റിലത്തെ ഒരു ലൈനുണ്ട്, അതാണ് പറയുന്നത്, എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. എങ്കിലല്ലേ സഹതാപം പിടിച്ചു പറ്റാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ലല്ലോ. ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവളുടെ വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം. ശരിയാ, ഇക്കണക്കിന് പോവാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. ആ അഡ്വക്കേറ്റ് എന്ന നിലയിൽ പോലും ആ വ്യക്തിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളുടെ അവസ്ഥ അപ്പം എന്തായിരിക്കും? അപ്പം വിളിച്ച് സംസാരിച്ചതിലോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിലോ യാതൊരു തെറ്റുമില്ല. അഡ്വക്കേറ്റ് പോലും പറ്റുന്നില്ല. അപ്പം പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ പറ്റും? ബാക്കി ഇപ്പം അഡ്രസ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ടേ. അറിയിക്കേണ്ടവര് അറിയിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വീടറിയാതെ ആള് മാറിയിട്ട് ബോംബെറിയോ അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് കയ്യോ കാലോ വെട്ടുകയോ. പേടിച്ചിട്ട് സത്യം പറഞ്ഞ പുള്ളിക്കാരിക്ക് എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് സംസാരം പോയിരിക്കുന്നത്. ആ മുഖം കണ്ടാലറിയാം പേടി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ MDMA പോലെ മൂക്കിൽ വലിച്ചു കയറ്റുകയോ അങ്ങനെ ചെയ്താലേ. അത് അവൾ ഉപയോഗിക്കുന്നത് ആണ്. അവൾ ഉപയോഗിക്കുന്നതായതുകൊണ്ടല്ലേ ഇങ്ങനെ വെച്ചിട്ട് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ യൂസേജ് അറിയാം
എത്ര ഡോസ് വേണമെന്നുള്ളതൊക്കെ അവൾക്കല്ലേ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല, നമ്മളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പം പിന്നെ അവൾക്കേ അറിയത്തുള്ളൂ അവൾക്ക് എത്ര യൂസ് വേണം. എൻ്റെ അഡ്വക്കേറ്റേ, ഞാൻ പെട്ടുപോകും. നിങ്ങൾ അഡ്വക്കേറ്റൊക്കെ ആയിരിക്കാം, സമ്മതിച്ചു. നിങ്ങളുടെ ജോലിയെയുമൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ സംഘപരിവാറിൻ്റെ ആളും ആയിരിക്കാം, അതും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം സംഘപരിവാറിൽ നിങ്ങളെ അല്ല കേട്ടോ അഡ്വക്കേറ്റേ പറയുന്നത്. അഡ്വക്കേറ്റിനെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെയല്ല ഒരുപാട് മനുഷ്യത്വമുള്ള, മനുഷ്യനെ മനസ്സിലാക്കുന്ന, മതം നോക്കാതെ സഹായം ചെയ്യുന്ന, മതം ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എങ്കിൽ നീ എന്തിനാ ഈ അമ്പലത്തിൽ പോയി നിന്നിട്ട് റീൽസ് എടുക്കുന്നത്? ഞങ്ങൾ അതിനെയല്ലേ എതിർക്കുന്നത്. നീ എന്തിനാ ആ കാര്യം വളച്ചൊടിക്കുന്നത്? കൃഷ്ണനെ വരയ്ക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നീ എന്തിനാ അത് വളച്ചൊടിക്കുന്നേ? കൃഷ്ണനെ വരയ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ സാറ്. പിന്നെന്തിനാ നീ അത് വളച്ചൊടിക്കേണ്ട കാര്യം എന്താണ് നിനക്കുള്ളത്? എന്താ ജസ്ന സലീമ നീ വിചാരിച്ചത്? നീ കണ്ണടച്ച് ഇരുട്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ലോകം മൊത്തം പേടി ഒട്ടും ഇല്ലാത്തൊരാള്. ഒത്തിരി ആൾക്കാര്, നിങ്ങളും ആ പുള്ള ചേച്ചിയൊക്കെ പറയുന്നത് ഞാൻ സംഘപരിവാറിലുള്ള ആൾക്കാരാ ഹണി ട്രാപ്പ് പെടുത്താൻ നടക്കുന്നൊരു പെണ്ണാണ് എന്നാ പറയുന്നത്. അപ്പം നിങ്ങളോടൊക്കെ ആയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സംഘപരിവാറിൻ്റെ ആൾക്കാരൊക്കെ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അങ്ങ് മയങ്ങി വെക്കുന്നു ആണ് എന്നാണോ ഈ പിള്ള ചേച്ചിയൊക്കെ പറയുന്നത്? ഒരിക്കലും അല്ലടി, അങ്ങനല്ല പറയുന്നത്. നിന്റെ അടുത്ത് ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ഒരു പെണ്ണായിക്കോട്ടെ, നല്ല രീതിയിലാണ് സംസാരിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നീ അത് ഏത് രീതിയിലേക്ക് മാറ്റും എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ നിന്നെ വിളിച്ച സമയത്ത് നീയാണ് ഫസ്റ്റ് തുടങ്ങിയത്. എൻ്റെ അച്ഛനെ വിളിച്ച് നീയാണ് ഫസ്റ്റ് തുടങ്ങിയത്. അപ്പം എനിക്ക് അറിയാം നീ എത്രത്തോളം ക്രിമിനൽ മൈൻഡിലാണ് ചിന്തിക്കുന്നതെന്നുള്ളത്. നിൻ്റെ മൈൻഡ് ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളതും എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് നീ ഇങ്ങനെ വളച്ചുടച്ച് അത് വേറൊരു രീതി തലത്തിലേക്കാക്കി ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ഇതിന് നീ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ അത് സാറ് പറഞ്ഞതൊന്ന് നീ പറഞ്ഞു കൊണ്ട് വെക്കുന്നത് വേറൊന്ന്, അത് നീ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയെ വില കുറച്ച് കാണിക്കരുത്. ഞാൻ വരയ്ക്കുന്നത് നിന്നെ വിളിച്ച കഴിഞ്ഞാൽ ഉടനെ അത് റെക്കോർഡ് ചെയ്ത് എല്ലാം എടുത്തു വെക്കും. അപ്പം പേടിച്ചിട്ട് പലരും മിണ്ടാതിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പം നീ ഭീഷണിപ്പെടുത്തി തുടങ്ങും, എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് ഈ ഫോട്ടോ വാങ്ങിക്കണം, ഇല്ലെങ്കിൽ ഇത് ഞാൻ അങ്ങോട്ടിടും. അവരുടെ വീട്ടുകാർക്ക് നാണക്കേടാണ്. അബദ്ധത്തിലൊന്ന് വിളിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് ഉടനെ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പം കൃഷ്ണ ഭഗവാനെയാണ്. എന്തിൻ്റെയോ പേരിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു ബിസിനസിൻ്റെ പേരിലായിക്കോട്ടെ, എന്നാൽ പോലും ഹൈന്ദവ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇതുവരെ വ്രണപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഇത് കളഞ്ഞ് കുളിച്ചിട്ടേ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഹൈക്കോടതി നിയമം നിലനിൽക്കുക തന്നെ ഇപ്പോഴും അവിടെ പോയി കിടന്ന് കൂത്താടുന്നതിന് ഒരു കയ്യും ഇല്ല, കണക്കും ഇല്ല. എപ്പോൾ നോക്കുവാണേലും അകത്ത് കയറാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ നടപ്പന്തലിൻ്റെ ഇപ്പുറത്ത് വന്നുകൊണ്ട് നിന്ന് ആ റോഡിൽ നിന്ന് എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഏതേലും വേറെ ആൾക്കാരാരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ നിന്നെപ്പോലെ? ഇല്ലല്ലോ. നിനക്ക് ചിത്രം വരച്ചത് വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ രീതിക്ക് ചെയ്യണം. അല്ലാതെ റീൽസ് എടുത്ത് ഉള്ള അമ്പലങ്ങളിലെല്ലാം കയറി നിരങ്ങി ഉള്ള റീൽസും എടുത്ത് അത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആയിക്കോട്ടെ നട കാണാൻ പറ്റുന്ന രീതിയിലുള്ള റീൽസ് എടുക്കുകയല്ല വേണ്ടത്. ഒരു വെബ്സൈറ്റ് നീ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നീ വാട്സപ്പ് ബിസിനസ്സിനകത്ത് അതിനകത്ത് ഒരു കാറ്റലോഗ് ഉണ്ടാക്കിയിട്ട് നീ ചെയ്യുക. എൻ്റെ നമ്പർ നീ 9ാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞ് കളിയാക്കി എടുത്തിട്ടില്ലായിരുന്നു. അന്ന് കുറച്ച് ആണുങ്ങൾ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറകിലോട്ട് എന്നോട് സംസാരിച്ചത് ഞാൻ എടുത്തിട്ടു. അത് എൻ്റെ ഒരൊറ്റ ഒന്നും എന്നെ വിളിച്ചിട്ടില്ല. കാരണം എന്താ?
ആരുടെ ഭാഗത്താ ന്യായം, നീതി, ധർമ്മം എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്നെ വിളിക്കാതിരിക്കുന്നത്. ഇപ്പം എനിക്കൊരു ശല്യം പോലും ഇല്ല. നീ കഴിഞ്ഞ ദിവസം SP ഓഫീസിൽ വന്നല്ലോ, എന്നിട്ട് അവിടെ നിൽക്കുന്ന ഫോട്ടോ ഇപ്പം റീൽസ് എടുത്തല്ലോ. അതിനുള്ള തൻ്റെ ഇടം വന്നതെങ്ങനെ? അവിടെ ഓഫീസേഴ്സ് ആരും ഇല്ല എന്നുള്ളൊരു ധൈര്യത്തിലല്ലേ നീ ആ കയറിയ പേക്കൂത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ IPS സാറോ അല്ലെങ്കിൽ ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ആ പേക്കൂത്ത് കാണിക്കത്തില്ലല്ലോ. കാണിക്കാനുള്ള തൻ്റെ ഇടം നിനക്ക് അവിടെ വരത്തില്ല. അതല്ലേ ആ സമയം നോക്കി നീ ഇറങ്ങിയത്. ഹൈന്ദവ വിശ്വാസക്കാർക്ക് അവരുടെ ദൈവത്തെ വരച്ച് കയ്യിൽ കൊടുക്കുക. അപ്പം അവരുടെ ദൈവത്തെ നീ വേണോ കയ്യിൽ വരച്ചു കൊടുക്കാൻ? ഞങ്ങളെ ഹൈന്ദവർ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ വരയ്ക്കാനേ എന്ന് നിങ്ങൾ അവിടെ ഒരു ചോദ്യം ചോദിക്കും എന്തായാലും, എനിക്കറിയാം. അതെ, ചോദിക്കുക തന്നെ ചെയ്യും. എന്താ അതിനിപ്പം എന്ത് കുഴപ്പം? നിനക്കെന്തേലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ നീ സഹിച്ചോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കണ്ണൻ എന്നാ പറഞ്ഞത്. അതെ, നിങ്ങളുടെ കണ്ണൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇത്ര ആൾക്കാർ മാത്രമേ സ്നേഹിക്കാവൂ, ഇന്ന മതത്തിലുള്ള ആൾക്കാർ മാത്രമേ സ്നേഹിക്കാവൂ, ഇന്ന എന്താ പറയാ ആണായാലും പെണ്ണായാലും അങ്ങനെ സ്നേഹിക്കാവൂ എന്നൊന്നും ഭഗവത്ഗീതയെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഭഗവത്ഗീത നീ കണ്ടിട്ടുണ്ടോ നേരിട്ട്? അങ്ങനത്തെ എന്തേലും നിനക്കറിയാവോ? അങ്ങനത്തെ എന്തോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതെങ്കിലും നിനക്കറിയാവോ ജസ്നെ? അതറിഞ്ഞിട്ട് വേണം നീ ഓരോന്നും പറയാൻ, അല്ലെങ്കിൽ കുടുങ്ങുവേ. ഇപ്പം എല്ലാവരെയും കൂടെ കൂട്ടിയാണല്ലോ നീ പറയുന്നത്. പറഞ്ഞോ, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കൊരു ചുക്കുമില്ല. കാരണം ഇത് നീയായിട്ടായിരുന്നു വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഗുരുവായൂർ ആ ഒരു നിയമം കൊണ്ടുവന്നു, നീ ഒറ്റൊരുത്തിൽ കാരണം. അത് കഴിഞ്ഞിട്ട് കണ്ട അമ്പലങ്ങൾ മൊത്തം കയറി വെച്ചിട്ട് റീൽസ് എടുക്കേണ്ട ആവശ്യം എന്താ നിനക്ക്? അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നീ എന്തിനാ റീൽസ് എടുക്കുന്നത്? നിനക്കത് നിർത്തിക്കൂടെ? നീ ആദ്യം അത് നിർത്ത്. എന്നിട്ട് നിനക്ക് നല്ല രീതിയിൽ ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതി ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിക്കുക. ഈ യൂട്യൂബ് നോക്കി ഇഷ്ടത്തിന് വഴികളുണ്ട് ഓരോ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. നീ ആവശ്യമില്ലാതെ സ്വർണ്ണം അത് ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അതിൽ കുറച്ച് കാശ്, ഒരു 50,000 കുറഞ്ഞത്, 25,000 26,000 എയർപോർട്ടൊക്കെ അല്ലേ നീ വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ 50,000 എന്ന് പറയുന്നത് നിനക്ക് അത്ര ഇതായിട്ടുള്ള കേസല്ലേ? അതൊന്ന് ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെക്കുറിച്ച് നീ പഠിക്ക്. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യേ. ഇത് കേൾക്കുമ്പം തന്നെ അറിയാം പേടിച്ചിട്ടാണ് നീ സംസാരിക്കുന്നതെന്നുള്ളത്. കേൾക്കുമ്പോൾ അറിയാം. കാരണം ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ സംസാരം വേറൊന്ന്, ഇപ്പം നീ വീഡിയോയ്ക്കകത്ത് വന്നിരുന്ന് പറയുന്ന സംസാര രീതിയും വേറൊന്ന്. രണ്ടും രണ്ട് തരത്തിലാണ്. ഫേസ് കട്ടും അത് തന്നെ. ഭഗവത്ഗീത എന്ന് പറയാൻ പോലും കറക്റ്റ് അറിയത്തില്ല പാവത്തിന്. കയ്യിലുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥം എന്തുവാ? ഓരോ പേജും എടുത്ത് നോക്കി വെച്ചിട്ട് നിനക്ക് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. രാജേട്ടനോട് പറയണം പോലും എൻ്റെ വീട്ടിലോട്ട് വരുന്നത് എപ്പോഴാണ്, എന്നാ, ഏതാന്നൊക്കെ ഉള്ളത്. എന്നാലല്ലേ നേരത്തെ ആൾക്കാരെ റെഡിയാക്കി നിർത്താൻ പറ്റത്തുള്ളൂ. അതായിരിക്കും അല്ലേ? ബോംബെറിയാനായിരിക്കും വരുന്നത്. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് വിട്ടേച്ചിട്ട് ഇത് മാത്രം വെച്ച് പൊക്കി പിടിച്ചുകൊണ്ട് വലിയ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാക്കാൻ നോക്കുക. നീ എൻ്റെ കാര്യത്തിലും അത് തന്നെയല്ലേ ചെയ്തത്. ഇത് പക്ഷെ വായന അറിയാവുന്നവർക്ക്, എഴുത്തും വായന അറിയാവുന്നവരുടെ അടുത്ത് ഇത് വില പോകത്തില്ല. ആരും വില വെക്കാനും പോകുന്നില്ല, ആരും വില വെച്ച് തരുന്നുമില്ല. ഇപ്പോൾ അതിൻ്റെ അല്ലേ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നത്. അല്ല, ഈ പ്രധാനമന്ത്രിക്ക് കംപ്ലൈൻറ്റ് പോയതൊന്നും നീ അറിഞ്ഞില്ലായിരുന്നു? ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നീ അറിഞ്ഞില്ലത്? വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നിങ്ങളുടെ ഭീഷണിയിലൊന്നും ഭയന്നിട്ട്. ആ മുഖം കാണുമ്പം തന്നെ അറിയാം പേടിച്ചിട്ടാണോ ഇല്ലയോ എന്നുള്ളത്. കൃഷ്ണനെ വരെ നിർത്താനും പോകുന്നില്ല. നീ കൃഷ്ണനെ വരയ്ക്കുവാണെങ്കിൽ വരച്ചോ, പക്ഷെ നീ 10 പേരുടെ മുമ്പിലൊന്ന് വരച്ച് കാണിച്ചേ. എന്നിട്ട് നീ ഇത് പറ.
എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. നീ എന്താ അത് ചെയ്യാത്തത്? ഇത്രയും വർഷമായി പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ തന്നെ 2-3 വർഷമായി നിന്നോട് പറയാൻ തുടങ്ങിയിട്ട്. നീ എന്താ അത് ചെയ്യാത്തത്? അതുകൊണ്ടല്ലേ നിന്നെ എല്ലാവരും കള്ളിയാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെക്കുന്നത് നീ തന്നെയല്ലേ? അതെന്താ നീ ഓർക്കാത്തത്? ആ അഡ്വക്കേറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മടുത്തിട്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളും പോകുന്നില്ല. ഇനി ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പലതും കൂട്ടിച്ചേർത്തോളൂ. പലതും കൂട്ടിച്ചേർത്തോളൂ എന്ന് വെച്ചാൽ റീൽസ് എടുപ്പ് നിർത്താൻ പോകുന്നില്ല എന്നുള്ളത്. ബാക്കിയുള്ള അമ്പലങ്ങളിലും കയറി നിരങ്ങും എന്നുള്ളതാണ് സാരാംശം. എന്തോന്ന് ട്രെയിൻ വന്നിട്ടുണ്ട് അതിൻ്റെ. അപ്പം ബാക്കി അങ്ങ് ചെയ്യാമെന്ന് വെച്ചു, ചെയ്തു. അപ്പം നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു 2 പ്രാവശ്യം നീ ഇട്ടേക്കുന്നത്. നിനക്ക് ഇത്രയും തൻ്റെ ഇടവും ഇത്രയും ആൾക്കാരും ഒക്കെ ആൾബലും ഉള്ള നീ എന്തിനാ പിന്നെ പേടിക്കുന്നേ? നീ എന്തിനാ പേടിക്കുന്നേ? അപ്പം പേടിയൊക്കെ ഉണ്ട്. കൃഷ്ണനെ എന്താ വർഗീയത ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഞാൻ ഒന്നും ചെയ്തിട്ട് പോലും ഇല്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുമില്ല. എല്ലാവർക്കും ഭഗവാനെ പൂജിക്കാനുള്ള സന്ദർഭം നീ ഉണ്ടാക്കി തരുകയാണ് ചെയ്തത്. ഏത് രീതിയില്ല? ഫോട്ടോ വരച്ച് വീട്ടിൽ കൊണ്ടുവെക്കുന്നത് 5000 രൂപ മുടക്കി. ആ കാശ് എങ്ങനെ ഓരോരുത്തർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വില എങ്കിലും നിനക്കറിയാമോ? നീ എപ്പോഴും അമേരിക്ക, ഷാർജ, അവിടെ ഇവിടെ എന്നൊക്കെ UAE എന്നൊക്കെ പറയുന്നല്ലോ. അവിടെ നിന്ന് പോയി നോക്ക്, അവിടുത്തെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ. എങ്കിലേ അറിയത്തുള്ളൂ അവിടുത്തെ കഷ്ടപ്പാട്. അല്ലാതെ ചുമ്മാ നിന്ന് വള അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ബൈ ദ ബൈ ഫ്രം ശോഭ രഞ്ജൻ ആൻഡ് ശോഭ സോമനാഥ്.